ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് സവാള ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുക. അത് വെളിച്ചെണ്ണ വെച്ച് സവാള വഴറ്റി വന്നേക്കണം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് ക്യാരറ്റ് ചിക്കൻ കറി. ഈസി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. ക്യാരറ്റ് ചിക്കൻ കറി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ആദ്യമേ വെളിച്ചെണ്ണ വെച്ച് സവാള വഴറ്റിയെടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇനി അടുത്തത് ഇതാ പച്ചമുളക് ഇടണം, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടണം, പിന്നെ പൗഡർ ഇടണം. നമ്മൾ പൗഡർ ഇതിനകത്ത് പെപ്പർ പൗഡർ ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തോണ്ട് നല്ല പെപ്പർ, അപ്പോൾ കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് വേണം. പിന്നെ മസാലപ്പൊടി, ചിക്കൻ്റെ മസാല, അത് ഞാൻ ഈസ്റ്റേൻ്റെയാണ്. ഈസ്റ്റേൻ്റെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് വഴറ്റണം കേട്ടോ. പെട്ടെന്ന് മൊരിഞ്ഞ് വരുന്നത് നോക്കണം. പെട്ടെന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ചിക്കൻ പല സൈസ് കറികൾ ഉണ്ടാക്കാം. ഫ്രൈ ഉണ്ടാക്കാം, കണ്ട ചിക്കൻ കൊണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാം. ഞങ്ങൾ ഓരോ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കഴിക്കണൊക്കെ ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. റെസിപ്പിയൊക്കെ എനിക്കറിയാം, എന്നാലും ഞാനതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളാണ്. പിന്നെ ഇനി അടുത്തത് വേപ്പില ഇടണം. വേപ്പിലൊന്നും വഴലട്ടെ കേട്ടോ. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ആദ്യമേ അത് നിങ്ങളൊരു 15 മിനിറ്റ് മുമ്പ് ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് ചിക്കൻ്റെക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ചില്ലി പൗഡർ, ഒരു പേരിന് പെപ്പർ പൗഡർ അതിട്ട് മിക്സ് ചെയ്ത് അത് അതിൻ്റെ മസാല പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഞാൻ വെച്ചേക്കണതാട്ടോ, നോക്കിക്കേ വെച്ചേക്കണം. അപ്പോൾ ഇത് മുറിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അടുത്ത ഇടുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തേക്കണമെങ്കിൽ നമ്മളെ മെയിനായിട്ട് ക്യാരറ്റ് ചിക്കനുള്ള ഇതിനകത്ത് നമ്മൾ പൊട്ടറ്റോ ചേർക്കുന്നില്ല, പൊട്ടറ്റോടെ വേറെയാണ്. പിന്നെ ഈ കറി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളിക്കത്തില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇരുന്നാലും ക്യാരറ്റ് ആയതുകൊണ്ട് വളിച്ചു പോകത്തില്ല, ചീത്തയാവില്ല. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇപ്പോൾ ചോറിലെടുത്തിട്ട് ബാക്കി ചപ്പാത്തിക്ക് നൈറ്റിലൊക്കെ കഴിക്കാൻ നല്ല, കുപ്പൂസിനോ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ക്യാരറ്റ് അരിഞ്ഞിടണം കേട്ടോ. ക്യാരറ്റ് ഒന്ന് വഴറ്റി കഴിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം ആയിട്ടുണ്ട്. പറഞ്ഞില്ല, നാരങ്ങ നീര് ഒത്തിരി ഒഴിച്ചേക്കണം കേട്ടോ. നാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു സ്പൂൺ തൈര് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കണം നാരങ്ങ നീര്. തൈര് ഒഴിച്ചാലും നല്ലതാട്ടോ. ഇത് മുരിഞ്ഞ് വരുമ്പോൾ പെട്ടെന്നാവുമ്പേ മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ മുരിഞ്ഞ് വരുന്നത് ക്യാരറ്റ് വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്ന ചിക്കൻ കണ്ട ഇത് അങ്ങോട്ട് ഇടണം. പരിപാടി നമ്മൾ കുക്കറിലാകുമ്പോൾ വെന്ത് നമ്മൾ ഈ നാടൻ കോഴിയുടെ അല്ലാത്തതുകൊണ്ട് ഇല്ലേ, സാധാരണ നമ്മൾ ബോളർ ചിക്കൻ ഈ കുക്കറിൽ അടിച്ചാൽ പെട്ടെന്ന് വെന്തു. അല്ലെങ്കിൽ നമ്മൾ വറുത്തുണ്ടാക്കണം. വറുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കൊളസ്ട്രോൾ ആവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. കൊളസ്ട്രോൾ കൂടുതൽ നമ്മൾ വറുത്തെപ്പോഴും കറിയില്ലാത്ത പറ്റുന്ന ചില്ലി ചിക്കനൊക്കെ വറുക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇത്ര ഉള്ള പരിപാടി. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കണം. കൂട്ടി പരിപാടി കേട്ടോ. നമ്മളെല്ലാം ഇട്ടില്ലേ, ഓക്കെ. ഇത് വെന്ത് വരുമ്പോൾ ഇത് വേവാനായിട്ട് ഒരു 15 മിനിറ്റ് വേണം. 15 അരമണിക്കൂർ വേവിച്ചാൽ ഇതങ്ങ് വെന്ത് ഒത്തിരി വെന്ത് പോകും കേട്ടോ. നമ്മൾ 15 മിനിറ്റ് വേവിച്ചാൽ മതി, അപ്പോഴത്തേക്കും കറക്റ്റാവും കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൽ ക്യാരറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ മേക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി അത് മൂടി നമ്മൾ വേവിക്കണം കേട്ടോ.
എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്നില്ലേ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇനിയും നിങ്ങൾക്ക് വീഡിയോ വരും. അപ്പോൾ അതുവരേക്കും ബായ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് സമയം എടുക്കും.